പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസും അതിനോട് അനുബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പങ്കുവെക്കുന്നത് ഇതിൻ്റെ ടൈമിനെ കുറിച്ചും ഡേറ്റിനെ സംബന്ധിച്ചുമാണ്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഓഗസ്റ്റ് 31 അടുത്ത ശനിയാഴ്ചയാണ് നമുക്ക് ഈ ബാഷ് ഇൻ ബെർലിൻ ലൈവായി ടി വിയിലൂടെ കാണാൻ സാധിക്കുക. സോണി ചാനലുകൾ വഴി നിങ്ങൾക്ക് ടി വിയിലൂടെ കാണാൻ സാധിക്കും. സോണി ലിവ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് മൊബൈലിലൂടെയും സ്മാർട്ട് ഫോൺ ഒക്കെ യൂസ് ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാച്ച് റെസ്ലിംഗ് എന്ന തേർഡ് പാർട്ടി വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഷോ മൊബൈലിലൂടെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സാണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ മറക്കരുത്, ജർമ്മനിയിൽ വെച്ചിട്ടാണ് ഷോ നടക്കുന്നത്. രാത്രി 10 മണി മുതലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റ് മാച്ച് കാർഡ് പ്രൊഡിക്ഷനെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യം മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അൺഹോളി യൂണിയൻ എന്ന് പറയുന്ന വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ബിയാങ്ക ബെലേർ, ജേഡ് കാർഗിൽ തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ബിയാങ്ക ബെലേർ, ജേഡ് കാർഗിൽ തുടങ്ങിയവരുടെ ഒരു സൂപ്പർ ടീമാണെങ്കിലും അൺഹോളി യൂണിയൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ബിയാങ്ക, ജേഡ് കാർഗിൽ തുടങ്ങിയവർക്കിടയിൽ ഒരു പ്രശ്നം തുടങ്ങുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഈ മത്സരത്തിൻ്റെ ഇടയിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മത്സരം ഒരു മിക്സ്ഡ് പേഴ്സൺ ടാഗ് ടീം മത്സരമാണ്. അതായത് ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനും ഡൊമിനിക് മെസ്റ്റിഡിയോയും ടീമായിക്കൊണ്ട് റിയ റിപ്ലി, ഡാമിൻ പ്രീസ്റ്റ് തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം. ഈ ടാഗ് ടീം മത്സരത്തിലെ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ റിയ റിപ്ലി, ഡാമിൻ പ്രീസ്റ്റ് തുടങ്ങിയവരുടെ ടീം വിജയിക്കുമെന്നാണ്. മിക്കവാറും റിയ റിപ്ലി ലിവ് മോർഗനെ പിൻ ചെയ്തിട്ടായിരിക്കും വിജയിക്കുക. അതിലൂടെ റിയ റിപ്ലിക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്സരം അതിഗംഭീരമായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ജഡ്ജ്മെൻ്റ് ഡേയിലെ മറ്റ് അംഗങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ മത്സരം നിലവിലെ WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സ് കെവിൻ ഓവൻസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. മത്സരത്തിൽ ഒരു ടൈറ്റിൽ ചേഞ്ച് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മത്സരത്തിൽ കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. കെവിൻ ഓവൻസ് ഈ മത്സരശേഷം കോഡി റോഡ്സിനെ ആക്രമിക്കാനും സാധ്യതയില്ല. നാലാമത്തെ മത്സരം ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം ഒരു സ്ട്രാപ്പ് മത്സരമാണ്. CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കിൻഡയർ തമ്മിലുള്ള മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ഈ ഒരു മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് CM പങ്ക് വിജയിക്കുമെന്നാണ്. അങ്ങനെ ഇവരുടെ സ്റ്റോറിയിൽ 1-1 എന്നുള്ളൊരു വിജയ നിലയിലേക്ക് എത്തും. പിന്നീട് നടക്കുന്ന ഒരു മത്സരം ഒരു പ്രത്യേകതര സ്റ്റിപ്പുലേഷൻ, ഒരു ഹെൽ ഇൻ എ സെൽ മത്സരമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റിപ്പുലേഷൻ അതിലേക്ക് വരികയും അതിൽ ഒരു റെസ്ലർ വിജയിക്കുന്നതുമായിരിക്കും ഇവരുടെ സ്റ്റോറിയുടെ ഭാഗമായി കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് മത്സരത്തിൽ CM പങ്ക് ഡ്രൂ മാക്കിൻഡയറിനെ പരാജയപ്പെടുത്തും. മെയിൻ ഇവൻ്റ് സാധ്യത കൂടുതലുള്ളത് ഗിന്തർ എന്ന് പറയുന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ റാൻഡി ഓർട്ടൺ എന്ന ലെജൻഡറി റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഗിന്തറിൻ്റെ കരിയറിലെ ഒരു ടൈറ്റിൽ ഡിഫെൻസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ ടൈറ്റിൽ ഡിഫെൻസാണ് ഈ ഒരു വേൾഡ് ടൈറ്റിലിൻ്റെ. അപ്പോൾ റാൻഡി ഓർട്ടനെ പോലെയുള്ള ഒരു താരം ഗിന്തറിൻ്റെ എതിരാളിയായിട്ട് വരുമ്പോൾ റാൻഡി ഓർട്ടന് വിജയ സാധ്യത വളരെ കുറവാണെന്ന് ഉള്ളത് മാത്രമല്ല, ഗിന്തറിൻ്റെ ടൈറ്റിൽ റണ്ണിനെ സംബന്ധിച്ച് ഒരു മെയിൻ ഇവൻ്റ് മത്സരം ആദ്യമേ ലഭിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിന് കൊടുക്കുന്ന വലിയൊരു മൊമെൻറ്റമുണ്ട്. ആ ഒരു മൊമെൻറ്റം മാത്രമാണ് ഈ ഒരു മത്സരം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഗിന്തർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ 5 മത്സരങ്ങളാണ് ഇതുവരെ ബാഷ് ഇൻ ബെർലിനിലേക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനിയൊരു റോ എപ്പിസോഡും സ്മാക്ഡൗൺ എപ്പിസോഡും ബാക്കിയുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് റോമൻ റെയിൻസിൻ്റെ അപ്പിയറൻസിനെ സംബന്ധിച്ചാണ്. ബ്ലാക്ക് ലൈനോട് അനുബന്ധിച്ച് യാതൊരുവിധ സെഗ്മെൻറ്റോ മത്സരമോ ഇതിലേക്ക് കൺഫേം ചെയ്യാത്തത് കൊണ്ട് തന്നെ റോമൻ റെയിൻസിൻ്റെ അപ്പിയറൻസ് ബാഷ് ഇൻ ബെർലിനിൽ നടക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇനി 6ാമത്തെ ഒരു മത്സരം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.